പ്രോ ആയി പ്രോ മാക്സ്. വമ്പൻ ആരവങ്ങളോടെ ഐഫോൺ 15 വിപണിയിലേക്ക്. ആപ്പിൾ ഐഫോൺ 15 പ്രോ മാക്സ് ലോഞ്ച് ചെയ്തിട്ട് ദിവസങ്ങൾ മാത്രമാണ് പിന്നിട്ടിരിക്കുന്നത്. എന്നാൽ ആഗോളതലത്തിൽ തന്നെ പ്രതിഭാസമായിരിക്കുകയാണ് ഐഫോൺ 15 പ്രോ മാക്സ്. വിപണിയിൽ സർവകാല റെക്കോർഡാണ് തിരുത്തിയിരിക്കുന്നത്. പല രാജ്യങ്ങളിലും നേരത്തെ തന്നെ ആദ്യ ബാച്ച് വിറ്റുതീർന്നിരിക്കുന്നു. വില ഏറ്റവും ഉയർന്നിട്ടും ആപ്പിളിന്റെ ഡിമാൻഡിന് യാതൊരു കുറവുമില്ല. പ്രീ ഓർഡറുകളിൽ രാജാവായി മാറിയിരിക്കുകയാണ് 15 പ്രോ മാക്സ്. ആപ്പിളിന്റെ ഏറ്റവും മികച്ച ഫീച്ചറുകൾ സാംസങ്ങിനെ പോലും മറികടന്നിട്ടാണ് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. ഇപ്പോഴിതാ വിൽപ്പനകളിൽ സാംസങ്ങിനെയും സ്വന്തം മോഡലായ ഐഫോൺ 14 പ്രോ മാക്സിനെയും മറികടന്നാണ് 15 പ്രോ മാക്സിന്റെ കുതിപ്പ്. ആപ്പിൾ പ്രോ മാക്സിന് ഇത്ര വലിയ കുതിപ്പുള്ളത് ഐഫോൺ 15 പ്ലസ് മോഡലുകൾ റെക്കോർഡുകൾ ഒന്നുമില്ലെങ്കിലും നല്ല രീതിയിൽ വിൽപ്പന നടക്കുന്നുണ്ട്. എന്നാൽ 15 പ്രോ മാക്സിന്റെ അടുത്തെത്തിയിട്ടില്ല. അതേസമയം പ്രോ മാക്സിന് ഉൽപാദന വെല്ലുവിളികൾ ഏറെയുണ്ട്. അതുപോലെ ഇവ പലരുടെയും കയ്യിലെത്തുവാൻ വൈകുമെന്നും പറയുന്നു. നവംബർ വരെ ഈ ഫോൺ ഉപഭോക്താക്കളുടെ കയ്യിലെത്താൻ സാധ്യതയില്ല. ഡെലിവറി കൂടുതൽ വൈകുമെന്ന റിപ്പോർട്ടുകളും പറയുന്നു. ചില മേഖലകളിലായിരിക്കും ഈ പ്രശ്നങ്ങളെന്നും വാർത്തകളുണ്ട്. അതേസമയം ഇന്ത്യയിലായിരിക്കും ഐഫോൺ പ്രോ മാക്സിന് ഏറ്റവും കൂടുതൽ വിലയുണ്ടാകുക എന്നും സൂചനയുണ്ട്. കഴിഞ്ഞ വർഷം ഐഫോൺ 14 പ്രോ മാക്സ് അതിഗംഭീര പ്രീ ഓർഡറുകളായിരുന്നു രേഖപ്പെടുത്തിയത്. ആപ്പിളിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രീ ഓർഡറുകളായിരുന്നു ഇത്. ആരും തകർക്കില്ലെന്ന് കരുതിയ ഈ ഓർഡറുകളാണ് പ്രോ മാക്സ് തകർത്തിരിക്കുന്നത്. 15 പ്രോ മാക്സിനോട് ആളുകൾ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്ന് തികച്ചും വ്യക്തമല്ല. എന്നാൽ കൂടിയും ആപ്പിൾ മുമ്പ് പുറത്തിറക്കിയ ബേസ് മോഡലുകളുടെ വിൽപ്പനയുടെ അത്ര തന്നെ ഡിമാൻഡ് ഐഫോൺ 15 പ്ലസ് മോഡലുകൾക്ക് ഉണ്ട്. വൻ ഡിമാൻഡ് കാരണമാണ് ഡെലിവറി വൈകുന്നതെന്നും റിപ്പോർട്ടുകൾ. ഇത്തവണ ഇതിന്റെ വില വർദ്ധിക്കുമെന്നും അനലിസ്റ്റുകൾ പറയുന്നു. അതേസമയം ആപ്പിളിന്റെ ആസ്ഥാനമായ US-ൽ നവംബറിലായിരിക്കും ഉപഭോക്താക്കളുടെ കയ്യിലെത്തുക എന്ന് പറയുന്നു. ആപ്പിളിന്റെ മറ്റ് ഫോണുകളെ അപേക്ഷിച്ച് വളരെ വൈകിയാണ് 15 പ്രോ മാക്സ് നിർമ്മാണം ആരംഭിച്ചത്. കൂടുതൽ നിർമ്മാണ പ്രശ്നങ്ങൾ ഇതിനായി നേരിട്ടിട്ടുണ്ട്. ഇത്തവണ സെപ്റ്റംബറിലെത്തുമെന്നാണ് പ്രതീക്ഷ. iOS 17 അവസാന അപ്ഡേറ്റും ഇന്ന് തരാനുള്ള ഒരുക്കത്തിലാണ് ആപ്പിൾ. ഇന്നു മുതൽ ലോകത്താകമാനമുള്ള ഐഫോൺ iOS 17 ലഭ്യമാകും. പുതിയ ഫീച്ചറുകളുമായി ഉപഭോക്താക്കൾ കാത്തിരിക്കുകയാണ്. ബിഡ്ജുകൾ, സ്റ്റാൻഡ് ബൈ മോഡ് എന്നിവയെല്ലാം പ്രതീക്ഷിക്കുന്നുമുണ്ട്. രാത്രി 10:30 ഇവ ആപ്പിൾ യൂസേഴ്സിന് ഇന്ത്യയിൽ ഡൗൺലോഡ് ചെയ്യാം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.